അഭിവന്ദ്യരായ ഗുരുജനങ്ങളെ, സംഭൂജിതരായ പ്രേക്ഷകരെ, എന്തുവാടേ ഇത് ബാലേ? സോറി, ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെബ് സീരീസ് അവതരിപ്പിക്കുകയാണ്. ഈ വെബ് സീരീസിന്റെ പേര് എന്നെ ഞാൻ കൊല്ലും എന്നാണ്. ഈ കഥ നടക്കുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂരുള്ള ഗുണ്ടനല്ലൂർ എന്ന ഗ്രാമത്തിലാണ്. അളിയ മ്യൂസിക് ഇടലിയ ആത്മജ്ഞാനമംഗലം പരം സാധിപ്പാൻ സാധനമേതൊന്നുള്ളൂ ഇത്രയും നേരമായിട്ട് അവിടെ പോയി കിടക്കുമായിരുന്നു. പോണ്ടേ നമുക്ക്? ഓ ഇത് ലേറ്റായി പോയി. നമുക്ക് ഏതാണ്ട് ഈ പ്ലാനുകളാണ് ചെയ്യാനുള്ളത് കേട്ടോ. അവിടെ പോലും ചെയ്യാം. ഓ ഒരു ചായ കുടിച്ചിട്ട് വരാം. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. പോയിട്ട് വരാം. ഇത് പ്രതിപക്ഷ മെമ്പറാണേ. ആ മെമ്പറുടെ കൂടെ ഉള്ളത് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ്. കടുപ്പത്തിലൊരു ചായ. നോക്ക് വരുന്നുണ്ട്. ആരാന്നല്ലേ? വരുന്നുണ്ട്. ഇത് പഞ്ചായത്ത് പ്രസിഡന്റ്, ഭരണപക്ഷം, മറ്റത് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ്. മെമ്പർ അങ്ങനത്തെ വിഷയങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എനിക്കറിയാലത്. മെമ്പറെ, പ്രസിഡന്റിനെ കൊണ്ട് ആപ്പാടെ പ്രയോജനമുള്ളത് ഈ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ അല്ലേ? രണ്ടും കൂടി. അതെ, നീ അപ്പുറത്തിരിക്കാം, ഞാനിവിടെ ഇരിക്കാം. എപ്പോ നോക്കിയാലും ഞാൻ ആക്കിക്കൊണ്ടിരിക്കും. കടുപ്പത്തി 2 ചായ എണ്ണ. ചായയല്ല കട്ടന. ഉള്ളത് കൊണ്ടുവരി. കയ്യിലാണ് ഐഫോൺ. കിണിച്ച് വാങ്ങിച്ച ഹോട്ടലേതാ? പ്രോ എണ്ണ. ചായല്ല കട്ടൻ ചായ ഉള്ളു കേട്ടോ. ഇന്നലെ നിങ്ങൾ പ്രേതങ്ങളൊക്കെ തളച്ചോ? അതെന്താ ചേട്ടാ മെമ്പറെ കുത്തി പറയുന്ന പോലെ ഒരു ഫീല്? മെമ്പറെ കുത്തിയത് അവിടെ നിക്കട്ട്, പ്രസിഡന്റിന് കുത്തിയവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുവാണേ. മെമ്പറെ, അയാളില്ല ഇപ്പൊ പോയെ. അയാൾ അവരുടെ ടീമാണ്, അവരുടെ പാർട്ടിയാണ്. ഇല്ലെങ്കിൽ നമ്മളടുത്ത് സംസാരിക്കണ്ടേ? അവരടുത്ത് സംസാരിച്ചിട്ട് അങ്ങ് പോയാണ്ടില്ലേ? ചില അലവലാദികളുള്ള കാലം വരെ ഈ നാട്ടിൽ നല്ലതൊന്നും നടക്കത്തില്ല. എവളാരെ കിങ്ങില മമ്മൂട്ടിയ കണ്ടാ മെമ്പറേ, കട മാത്രമേ വികസിക്കുന്നുള്ളൂ. നാടും കൂടെ ഒന്ന് വികസിക്കണം അല്ലേ? വാതെ ഞാൻ ഒഴിപ്പിച്ചിട്ട് ഞാൻ മന്ത്രവാദിയെ അറിഞ്ഞോ? ഷംസൂനെ കാണാനില്ലെന്ന്. നന്നായി. അങ്ങനെ പറയല്ലേ. ഭാര്യയൊക്കെ കളഞ്ഞിട്ട് പോയതാ. ഒരു കൊച്ചൊക്കെ ഉള്ളതല്ലേ. ഓ, അതെന്തായാലും നന്നായി. പാരമ്പര്യമായിട്ടുള്ള ഗുണ്ടാപ്പരുവൊക്കെ നിൽക്കുമല്ലോ. പാരമ്പര്യമായിട്ട് നോക്കുവാണെങ്കിൽ ആ പെങ്കൊച്ചാണ് അടുത്ത ഗുണ്ടി. അല്ല ഗുണ്ട. 4 വയസ്സുള്ള കൊച്ചിനെ കുറിച്ച് അങ്ങനൊന്നും പറയല്ലേ. ശക്തമായ ചില പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൊച്ചിനെതിരാണോ മെമ്പറ്? കണ്ട കള്ളന്മാരൊക്കെ ഇവിടെ കറങ്ങി നടപ്പുണ്ടേ. എന്നെ കണ്ടെന്നൊന്നും വിളിക്കരുത്. നല്ല കിണി. അതെ, കോൾ ചെയ്യാനുണ്ട്. നമ്മുടെ ബോർഡ് മീറ്റിംഗ്. മറ്റേ കുണ്ട്ര വെച്ചുള്ള ബോർഡ് മീറ്റിംഗ് അല്ല, അമേരിക്ക. നമ്മുടെ മറ്റേ അമേരിക്ക വെച്ചുള്ള ബോർഡ് മീറ്റിംഗ് നമുക്ക് പങ്കെടുക്കണം. അല്ലെങ്കിൽ ഈ വേട്ടവളിമാരെയൊന്നും ഇതിനൊന്നും വിളിക്കൂല. സർ, ഈ കുണ്ടന്നൂർ ജാനക രസ്ത. കുണ്ടന്നൂര് ഞാൻ ഇപ്പൊ പറയാം. പറഞ്ഞോടും പറയാം അങ്ങോട്ട്. നോ ഹിന്ദി, നോ ഹിന്ദി, നോ ഹിന്ദി, നോ ഹിന്ദി, നോ ഹിന്ദി, നോ ഹിന്ദി. ഇംഗ്ലീഷ്? യു നോ ഇംഗ്ലീഷ്? മലയാളം, only മലയാളം. കുണ്ടന്നൂർ ജാനക രസ്ത. ഒരു രക്ഷയില്ല സുഹൃത്തെ. മലയാളം, മലയാളം, മലയാളി. ഇയാളെ കളഞ്ഞു.
ഇയാടെ ഒരു എന്താ? ഉള്ളായിരുന്നു. കുണ്ടന്നൂർ ജാനകരസ്ഥ. എന്തുവാ? ഇതാണ് കഥാനായകൻ. പേര് ഷംസു. ആരെയും ഭയമില്ല, പ്രേതത്തിനെ പേടിയ. കുണ്ടന്നൂർ ജാനകരസ്ഥ കൈസാ ഹൈ? അങ്ങ് മറുകി. ഓ നിങ്ങളോടാ കേട്ടോ. ബാപ്രേ, അരെ യാർ. ഇത് നമ്മൾ മലയാളികളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, പോയി മെമ്പറിനെ വിളിച്ചോണ്ട് വരാം. ദാ വരുന്നു. ചെല്ലേ. വെയിറ്റ്. ഓക്കെ. വായുമ്പളന്നിരിക്കുമ്പോൾ ഹിന്ദിയൊക്കെ നന്നായിട്ട് പറയും. ആ മെമ്പറുടെ കൂടെ നിൽക്കുന്നതാണ് ഇടിവാട് സുഖു, ഈ സ്ഥലത്തെ പ്രധാന കുടിയൻ. മെമ്പറെ ഇങ്ങ് വന്നാണ്. ഒരു അത്യാവശ്യം പെട്ടെന്ന് വാ. പെട്ടെന്ന് ഇറങ്ങി വരേ. എന്താ ഇയാളത് എന്തോന്ന് പെട്ടെന്ന് വാ. മെമ്പറിനെ അന്വേഷിച്ച് ഡൽഹി നേരെ വന്നിട്ടുണ്ട്. ഞാനൊരു പറഞ്ഞ് ഡീൽ ചെയ്തു. नमस्कार भाई साहब। अच्छा है? अच्छा अच्छा। ये लोग को हिंदी नहीं आता। मैं हिंदी में पूछ रहा था, ये कुंडनूर जाने का रास्ता कैसा है? अय्या मैं कुंडन। ഈ വാക്ക് പറയാൻ മാത്രം ഇയാൾക്ക് വിക്കില്ലായിരുന്നു. അയ്യോ, വലിയ അതെനിക്കറിയാലോ. अरे कैसा लोग है यार ये केरला वाला लोग? हिंदी नहीं आता, बंगाली नहीं आते, कुछ भी नहीं आता, मलयालम बोल के रहते हैं लोग। स्कूल में नहीं जाते, क्या पढ़ता नहीं क्या लोग? ओ कजी പോടാ മെമ്പറെ. ആരില്ലെങ്കിൽ ഞാനുണ്ട് മെമ്പറെ കൂടെ. എന്താ ഒരു മെമ്പറെ വിക്കിനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ചേർന്ന് പൈസ ഇടും. ഞാൻ പിരിക്കും. മെമ്പർ വിഷമിക്കണ്ട. പിരിവിടത്തിലാണ് എല്ലാരും. ഇടുവാണോ എല്ലാരും പിരിവ്? ഇട്ടേ പറ്റൂ. ഞാനാ പറയുന്നത്. നമ്മുടെ പൊന്ന് പ്രസിഡന്റാ, ബാ പ്രസിഡന്റ് മുമ്പോട്ട്. പ്രത്യേകിച്ചും വിക്ക് മാറാൻ പ്രസിഡന്റിന്റെ. അത് കാരണം ഇവരുമാരെല്ലാം കൂടെ കളിക്കുന്ന പ്രസിഡന്റിനെതിരെ. ഇന്നലെ മെമ്പറേ. ആ ഒന്ന് പറഞ്ഞ് തൊലയ്ക്ക്. ഷംസു എവിടെ ആയിരുന്നു? അതൊക്കെ ഒരു വലിയ സംഭവ പ്രസിഡന്റേ. ഞാൻ പറയാം. രാത്രി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് കഴിഞ്ഞപ്പം പട്ടികൾ മൊത്തം ഓലിയിടുന്നു. ചുറ്റും കൂരാക്കൂരിട്ട് മിന്നാമിന്നികൾ ഇങ്ങനെ മിന്നുന്നു. പട്ടികളൊക്കെയാണ് ഭയങ്കര ഓരി. കരിമ്പൂച്ചകളുടെ കണ്ണു പോലത്തെ എന്തൊക്കെയോ മിന്നിമറയുന്നു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾക്ക് നായ്ക്കളാണെങ്കിൽ ഭയങ്കര ഓരി. അന്തരീക്ഷത്തിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ മനസ്സിലായി. ഞാൻ അന്നേരം അവിടുന്ന് പതുക്കെ അവിടുന്ന് നടന്ന് 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 പോയി.